ിലൂടെയുള്ള ഗോളുകളുടെ ഒരു കാഴ്ച നിരന്തരമായി കണ്ടതുമാണ്. ഇവിടെ വീണ്ടും ഒരു അവസരം, ഗോൾ കീപ്പർ ബീറ്റൻ. ഓ, പഞ്ചാബ് ഏർലി മിനിറ്റുകളിൽ തന്നെ പഞ്ചാബ് ലീഡ് എടുക്കുന്ന ഒരു കാഴ്ച. സമി അനായാസമാണ് ആ സ്കോറിംഗ് പാടവത്തിലേക്ക് എത്തുന്നത്. ഈ സീസണിലെ 79ാമത്തെ ഗോൾ ആദ്യ 7 മിനിറ്റ് പിന്നിടുമ്പോൾ തന്നെ പഞ്ചാബ് സ്കോർ ചെയ്യുന്നു. തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അവിടെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഡാനിഷ് എടുത്ത്. അതിലേക്ക് വരാം. ഒസൂജി ഹർഷിന്റെ വലിയ പിഴവുകളാണ് വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിശ്വസര് തടയുന്നു എന്നുള്ളതാണ്. ഇവിടെയും സ്പേസ് അനുവദിച്ചു കൊടുക്കുന്നു പഞ്ചാബിന്റെ ട്രൈ, റീബൗണ്ട്. ഒന്നിനു പുറകെ ഒന്നായി ഗോളുകൾ വഴങ്ങുക എന്നത് മാത്രമായി കേരള ബ്ലാസ്റ്റേഴ്സ് മാറ്റപ്പെടുന്നു. ഒരു രീതിയിലും കളിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു പോസിറ്റീവ്നെസ്സും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ കാണിക്കുന്നില്ല. അതിന്റെ ഭാഗമായി മറുഭാഗത്ത് ഗോളുകൾ ഇങ്ങനെ അടിച്ചു കൂട്ടുകയാണ് പഞ്ചാബ്. ഇത്തവണ ടാനിയിലൂടെയാണ് റീബൗണ്ട്, ക്രോസ് ബാറിൽ നിന്നുമുള്ള വരവാണ് പന്ത്. അത് ഗോൾ കീപ്പർ എത്ര സിമ്പിൾ ആയിട്ടാണ്, എത്ര ലോങ് റേഞ്ച് ഷോട്ടാണ് കിപ്ജന്റെ. ആ ഷോട്ടൊക്കെ ഗോൾ കീപ്പർ പരാജയപ്പെടുന്നു. അതിനുശേഷം ഫ്രീ ഹെഡർ അവിടെ. It's a good hit. Arshdeep got enough on that. Kitongo with a loop ball towards Falu, and they have something. They will be hoping it's not just a consolation. The practice match off of the corner, loose ball shot from distance. Once again, horrible goalkeeping. Once again, you have to say, if he just catches that, doesn't put the ball back. Zeljkovic urged to shoot he does.